ഇതൊരു ആസൂത്രണമാണ്. ഇയാളൊരു കോടാലിയാണ്, RSSന്റെ കയ്യിലുള്ള കോടാലിയാണ്. ആ കോടാലി എവിടെ വന്ന് വീഴുന്നോ എന്ന് നോക്കേണ്ടത് നമ്മളാണ്. പൊതുവെ ഒരു വോട്ട് ബാങ്ക് എന്നൊക്കെയാണല്ലോ പറയപ്പെടാറുള്ളത്. UDFിൽ നിന്ന് അകന്നു പോയി, UDFിൽ നിന്ന് പൂർണ്ണമായി അകന്നോ? അല്ല, ഈ വോട്ട് ബാങ്ക് എന്ന് വിചാരിച്ച് പേടിച്ചിട്ട് അഭിപ്രായം പറയാതിരിക്കാനും മിണ്ടാതിരിക്കാനൊന്നും ഞങ്ങളെന്തായാലും തീരുമാനിച്ചിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ എന്താണ്, പിന്നെ എടപ്പാളിൽ കാണുന്ന പുഴ വെച്ചിട്ട് ഇവിടുന്ന് മുണ്ടേറ്റി കുത്തേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ വരുമ്പോൾ അപ്പം നോക്കാം. വോട്ടൊക്കെ ഒരാൾക്ക് മാത്രം മതി. വോട്ട് കിട്ടിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ, അധികാരം ഇല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ വേദാറുള്ള ആളുകൾ നോക്കിക്കോട്ടെ. ഞങ്ങളുടെ സംവിധാനം വലിയ വിഷയമൊന്നുമല്ല. ഇത്തരം വിവാദപരമായ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. പിന്നീട് അത് അങ്ങനെയല്ല പറഞ്ഞതെന്ന് പറഞ്ഞ് തിരികെ പോവുകയും ചെയ്ത് സ്വാഭാവികമാണ്. വെള്ളാപ്പള്ളി ഒരു നല്ല ഡീലറാണ്. അയാൾ ഇപ്പോഴത്തെ കച്ചവടം BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരുമായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഡീലിന്റെ ഭാഗമാണ്. RSS ഏൽപ്പിച്ച ഒരു ഏജൻസി വർക്കാണിത്. ആ വർക്ക് വളരെ കൃത്യമായിട്ട് BJPയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് വെള്ളാപ്പള്ളിയെ കണ്ടു. വെള്ളാപ്പള്ളി വയ്യാഞ്ഞിട്ട് മലപ്പുറത്ത് തന്നെ വന്നു. വളരെ കൃത്യമായി കുത്തേണ്ടത് കുത്തി, പറയേണ്ടത് പറഞ്ഞു. ഇനി തിരിച്ചങ്ങോട്ടുള്ളതല്ലേ. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതായാലും ഞങ്ങൾക്ക് അത്തരം വിവരക്കേടുകളില്ലാത്തതുകൊണ്ട് ആ തരത്തിലല്ല. അതിൻ്റെ രാഷ്ട്രീയമായിട്ടും ജനകീയ പ്രതിരോധത്തോടെയും അതിനെ എതിർക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കുണ്ട്. ഈ നാട്ടിൽ ജനസമൂഹം വെറും കയ്യും കെട്ടി നോക്കുന്നവരല്ല. അവരിവിടുത്തെ മുസ്ലിങ്ങളെ മാത്രമോ ഇവിടെ വഖഫ് ബില്ല് നിങ്ങൾ കണ്ടില്ലേ? കേരളത്തിൽ ഇന്ത്യയിൽ കാണിച്ചിട്ടുള്ള ഈ വഖഫ് ബില്ലിൻ്റെ ഒരു മര്യാദ എന്താണ്? ഇവിടെ മതത്തിനതീതമായി, രാഷ്ട്രീയത്തിനതീതമായി മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച സ്റ്റേറ്റുകളിലൊന്ന് കേരളമാണ്. അതുകൊണ്ട് അശേഷം ഭയമില്ലാതെ തന്നെ ഈ വെള്ളാപ്പള്ളിയുടെ ഈ വിഷത്തെയും മറികടക്കാൻ മലയാളിക്ക് വേണ്ടി. ഈ വെള്ളാപ്പള്ളിക്ക് മറുപടി പറയേണ്ടതില്ല, അവഗണിച്ച് കളയാമെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ പറഞ്ഞത്. അവഗണിക്കാൻ തന്നെയാണോ ലീഗ് തീരുമാനം? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിനെതിരെ പറയുന്ന ഏത് വാക്കുകൾക്കും സൂക്ഷ്മത ആവശ്യമുണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്, സൂക്ഷ്മതയോടുകൂടി ഞങ്ങൾ പറയുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പറയുള്ളൂ എന്ന് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ പഴയകാല രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് കേരളം ഈ കാലയളവ് മുഴുവൻ നീന്തി കയറിയതിൽ ഞങ്ങളുടെ പങ്കുണ്ട്. ഞങ്ങളെടുക്കുന്ന സമീപനങ്ങളുടെ പങ്കുണ്ട്, ഞങ്ങളെടുക്കുന്ന നിലപാടുകളുടെ പങ്കുണ്ട്. ഇവിടെ വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ, ലീഗ് മുസ്ലിങ്ങളെയും കൊന്നുകളിയുന്നൊക്കെ. മുസ്ലിം ലീഗുകാർ ആരെയും തൊടാത്ത, ഒന്ന് കൊല്ലുക വരെ ചെയ്യാത്ത മഹാമനീഷികളെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ലീഗ് ആസൂത്രണം ചെയ്തിട്ട് ഒരു കലാപമോ ഒരു കൊലപാതകമോ അതിനുവേണ്ടി ലീഗിൻ്റെ പാർട്ടി ഓഫീസോ ലീഗ് നേതാവിൻ്റെ തലയോ ഞങ്ങൾ വിനിയോഗിക്കില്ല. ഒരു ഇൻസിഡൻറ്റ് എവിടെയെങ്കിലും ഉണ്ടായതെന്ന് ലീഗാരില്ലെന്ന് ഞങ്ങൾ പറയില്ല. പക്ഷേ ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടിയാണ് കേരളത്തിലെ കഴിഞ്ഞകാല രാഷ്ട്രീയത്തിൽ ഇടപെട്ടത്. ഇനി അങ്ങനെ തന്നെയായിരിക്കും. വെള്ളാപ്പള്ളിയേക്കാൾ മൂത്ത വേഷം, കാളകൂട വേഷം കേരളത്തിൽ വന്നിട്ട് കേരളത്തിലൊരു ചുക്ക് സംഭവിച്ചിട്ടില്ല. അവിടെ ഞങ്ങളുണ്ടാവും ജാഗ്രതയോടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.